ഗഗനോയിഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബാബു. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എഫക്റ്റീവും പെർഫെക്റ്റും ആയിട്ടുള്ള ഒരു സിംഗിൾ ആക്സിസ് സോളാർ ട്രാക്കിംഗ് സിസ്റ്റമാണ്. ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ട്രാക്കിംഗ് സിസ്റ്റമാണ് ഇത് യൂസ് ചെയ്യുന്നത് ഒരു BC547 എന്ന് പറയുന്ന ഒരു NPN ട്രാൻസിസ്റ്ററും BC557 എന്ന് പറയുന്ന ഒരു PNP ട്രാൻസിസ്റ്ററും കൂടി ചേർന്നുള്ള ഒരു H ബ്രിഡ്ജാണ്. അതായത് രണ്ട് BC547ഉം രണ്ട് BC557 ട്രാൻസിസ്റ്ററും പിന്നെ ഒരു 4 റെസിസ്റ്ററും കൂടെ ചേർന്ന് പിന്നെ 2 LDRും. അതായത് LDR എന്ന് വെച്ചാൽ നമുക്ക് ഈ വെളിച്ചം എവിടെ നിന്നാണ് വരുന്നതെന്ന് ട്രാക്ക് ചെയ്യാനുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇത് ഇത്രയും കൂടെ വെച്ചുള്ള ഒരു H ബ്രിഡ്ജാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. H ബ്രിഡ്ജ് എന്താണെന്ന് അറിയാമല്ലോ. H ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത് മോട്ടോർ കൺട്രോളിങ്, മോട്ടോറിനെ ആൻറ്റി ക്ലോക്ക് വൈസിലും കൺട്രോൾ ചെയ്യാമെന്നുള്ള ഒരു സർക്യൂട്ടാണ് H ബ്രിഡ്ജ്. പിന്നെ ഞാനിതിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ചെറിയ ഒരു ഗിയർഡ് മോട്ടർ കറക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ BC547ഉം BC557ഉം യൂസ് ചെയ്തേക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ 2N3055ഉം MJE 2955 ആയിട്ടുള്ള പവർ ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്ത് വലിയ മോട്ടോർ വരെ നമുക്ക് കറക്കാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് വലിയ മോട്ടോർ എന്ന് പറയുമ്പോൾ നല്ല പവർഫുള്ളായിട്ടുള്ള മോട്ടോഴ്സ്, അതായത് 2N3055 15 ആംപിയർ വരെ ഹാൻഡിൽ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ചിന്തിക്കാം എത്ര വലിയ മോട്ടോറിനെ വരെ നമുക്ക് ഈ ഒരു സർക്യൂട്ട് ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റുമെന്ന്. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു സിംഗിൾ ആക്സിസ് സോളാർ ട്രാക്കിംഗ് സിസ്റ്റമാണ്. സിംഗിൾ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ടു വെസ്റ്റിൽ നമ്മുടെ സൺ മൂവ് ചെയ്യുമ്പോൾ ആ ഒരു സാധനം അത് മാത്രമേ നമ്മൾ ട്രാക്ക് ചെയ്യുന്നുള്ളൂ. പക്ഷേ നമുക്ക് ഉത്തരായന കാലവും ദക്ഷിണായന കാലവും ഉണ്ട്. അതായത് സൗത്ത് ടു നോർത്തിലോട്ട് സൂര്യൻ മൂവ് ചെയ്യുന്നത്. പക്ഷേ അത് നമ്മൾ ഇതിനകത്ത് ട്രാക്ക് ചെയ്യുന്നില്ല. പക്ഷേ എൻ്റെ ഫ്യൂച്ചർ ഒരു വീഡിയോയിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു ഡുവൽ ആക്സിസ് സോളാർ ട്രാക്കിംഗ് സിസ്റ്റം ഉണ്ടാക്കണം. അപ്പോൾ അതിനകത്താണെങ്കിൽ നിങ്ങൾക്ക് ഏത് ആക്സിസിലും സൂര്യൻ എവിടെ വന്നാലും എപ്പോഴും ഈ സോളാർ പാനൽ സൂര്യന് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ സൺലൈറ്റ് സോളാർ പാനലിന് പെർപെൻഡിക്കുലറായിട്ട് വന്നുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ മാക്സിമം കറണ്ട് ജനറേഷനാണ് അതിനകത്ത്. അപ്പോൾ അതാണ് ഡുവൽ ആക്സിസ് കൊണ്ടുള്ള അഡ്വാൻറ്റേജ്. പക്ഷേ നിങ്ങൾക്ക് ഇതിനകത്താണെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ പാനലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. പിന്നെ വലിയ 250 വാട്ട് പാനൽ അല്ലെങ്കിൽ 1 kV പാനലിനെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ മോട്ടോഴ്സ് ഇതേ H ബ്രിഡ്ജിൽ തന്നെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. അത് ഒരു H ബ്രിഡ്ജ് തന്നെ വേണമെന്നില്ല, മൾട്ടിപ്പിൾ H ബ്രിഡ്ജ് കണക്ട് ചെയ്താലും ഇത് എല്ലാം സിങ്ക്രണൈസ് ചെയ്ത് തന്നെ മൂവ് ചെയ്ത് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അടുത്ത ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ വേണമെങ്കിൽ ഒരു സ്കൂൾ സയൻസ് ഫെയർ എക്സിബിഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി കാണിക്കാൻ പറ്റും. അതായത് വളരെ ചെറുതായതുകൊണ്ട്. നോർമലി കേരളത്തിൽ സോളാർ പാനൽ കണക്ട് ചെയ്യണത് ഒരു 15 ഡിഗ്രി ആംഗിളിലാണ്. 15 ഡിഗ്രി ആംഗിളിൽ നിന്ന് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടൊരു സർഫസിലായിരിക്കും വയ്ക്കണം. അപ്പോൾ അതുകൊണ്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ സൺ എപ്പോഴാണ് പെർപെൻഡിക്കുലറായിട്ട് വരുന്നത് അപ്പോൾ മാത്രമേ മാക്സിമം ഇത് കിട്ടുള്ളൂ. അതിനുശേഷം സൺ മൂവ് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ കറണ്ട് ജനറേഷൻ കുറഞ്ഞു വരും. പക്ഷേ ഈ ട്രാക്കിംഗ് സിസ്റ്റം യൂസ് ചെയ്താൽ ഫുൾ ടൈം ഇത് പെർപെൻഡിക്കുലർ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് മാക്സിമം കറണ്ട് കിട്ടിയാൽ മാക്സിമം ബാറ്ററിയിലോട്ട് നമുക്കിത് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഓൺ ഗ്രിഡ് ആണെങ്കിൽ മാക്സിമം ആയിട്ട് കറണ്ട് ഫുൾ പവറിൽ തന്നെ ആ സോളാർ ഇൻവെർട്ടർ വർക്ക് ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. കാരണം ഇത് ഏറ്റവും അത്യാവശ്യം വളരെ സിമ്പിളാണ് ആയിട്ടുള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിത് ഇതിനകത്ത് ഇടുന്നത്. കാരണം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇത്രയോ ഉള്ള ഒരു സോളാർ ട്രാക്കിംഗ് സിസ്റ്റം എന്നുള്ളത്. പിന്നെ ഇത് വെച്ച് GPS ഒക്കെ വെച്ചുള്ള സോളാർ ട്രാക്കിംഗ് സിസ്റ്റംസും ഉണ്ട്. അത് വലിയ ഹൈ എൻഡ് അതൊക്കെ നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ വഴിയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അതൊക്കെ ഒരല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ ഞാൻ അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡിലോട്ടൊന്നും പോകുന്നില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് വളരെ പതുക്കെ തുടങ്ങാം. വളരെ സിമ്പിളായിട്ട് ചെറിയ സാധനങ്ങൾ ഉണ്ടാക്കി വലിയ സാധനത്തിലോട്ട് പോകാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ നമ്മൾ ഈ ഒരു സോളാർ പാനലിന് H ബ്രിഡ്ജ് ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പം മോട്ടറിനൊക്കെ വർക്ക് ചെയ്യാൻ പവർ സപ്ലൈ വേണം. ഇതിനു വേണ്ടി 2 ബാറ്ററിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ലിഥിയം അയോണിൻ്റെ 2 ബാറ്ററി. പിന്നെ ഇൻ കേസ് നമ്മളിപ്പം സോളാർ പാനലിലൊക്കെ കൊടുക്കുമ്പോൾ വലിയ സോളാർ പാനലിലൊക്കെ കൊടുക്കുമ്പോൾ ആ സോളാർ പാനലിൻ്റെ പവർ സപ്ലൈ തന്നെ നമുക്ക് യൂസ് ചെയ്ത് ഈ മോട്ടറിനെ കറക്കാം. കാരണം നമ്മൾ ഒരുപാടൊന്നും കറണ്ട് കൺസ്യൂം ചെയ്യുന്നില്ല. കാരണം മോട്ടർ ചെറുതായിട്ടേ മൂവ്
ചെയ്യുള്ളൂ. മാത്രമല്ല ഈ സർക്യൂട്ട് വളരെ കുറച്ച് കറണ്ട് മാത്രമേ എടുക്കുകയുള്ളൂ. പിന്നെ മോട്ടോർ കറങ്ങണ മൂവ് ചെയ്യണമെന്ന് വെച്ചാൽ വളരെ സ്ലോലിയാണ് മൂവ് ചെയ്യണം. ഗിയർഡ് മോട്ടേഴ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്, വളരെ സ്ലോലി ആയിരിക്കും മൂവ് ചെയ്യണം. അതുകൊണ്ട് തന്നെ കറണ്ട് കൺസംപ്ഷൻ വളരെ കുറവാണ്. അപ്പോൾ സോളാർ പാനലിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന കറണ്ടിനെ ഒരുപാട് നഷ്ടപ്പെടുമെന്നുള്ള ഒരു ഭയവും നിങ്ങൾക്ക് വേണ്ട. പക്ഷേ ഞാൻ ഈ കേസിൽ, അതായത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ബാറ്ററി ഉപയോഗിച്ച് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാമേ. ഇതിനു വേണ്ടി ഞാൻ മൊബൈലിൻ്റെ ലൈറ്റാണ് യൂസ് ചെയ്യുന്നത്. മൊബൈലിൻ്റെ ലൈറ്റ് LDR കണക്ട് ചെയ്യുമ്പം മോട്ടോർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത് നിങ്ങൾക്ക് കാണാം, ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും. ഇനി നമുക്ക് ടോർച്ച് ഒന്ന് അടിച്ച് നോക്കാം. നോക്കിക്കോ, ടോർച്ച് അടിക്കുമ്പോഴും കണ്ട മോട്ടോറിൻ്റെ ഷാഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത് കണ്ട. അതായത് നമ്മുടെ സർക്യൂട്ട് പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണ്. ഇനി നമുക്കിതിനെ സോളാർ പാനലിൻ്റെ ബാക്കിൽ തന്നെ അങ്ങ് ഫിറ്റ് ചെയ്യാൻ ആണ് ഞാൻ ഇപ്പം പ്ലാൻ ചെയ്യുന്നത്. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഈ എച്ച് ബ്രിഡ്ജിനെ നമുക്ക് ആദ്യമേ സോളാർ പാനലിൻ്റെ ബാക്കിൽ ഫിറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാനൊരു ഡബിൾ സൈഡഡ് ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. ആ ഡബിൾ സൈഡ് ടേപ്പിൽ ഞാൻ ഈ എച്ച് ബ്രിഡ്ജിനെ അതുപോലെ അങ്ങ് ഫിക്സ് ചെയ്യണം. പക്ഷേ റിയലായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വളരെ പെർമനൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്യേണ്ടി വരും. പക്ഷേ ഫോർ ദ ടൈം ബീങ്, അതായത് ഇപ്പം നിങ്ങളെ ഒരു മോഡലായിട്ട് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ നോർമലി മോട്ടോറിൻ്റെ ഷാഫ്റ്റാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത്, ഷാഫ്റ്റിലാണ് എല്ലാം ഫിക്സ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഫിക്സഡ് ഷാഫ്റ്റ് മോഡലാണ്. അതായത് ഷാഫ്റ്റിനെ ഞാൻ ഒരു ഫിക്സഡ് സർഫസിൽ വെച്ചിട്ട് മോട്ടോറിൻ്റെ ആ റോട്ടർ പാർട്ടില്ലേ, മാഗ്നറ്റും അതിൻ്റെ ബേസ് പാർട്ട്, അതിനെ റൊട്ടേറ്റ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ സോളാർ പാനലും കിടുപിടികളും എല്ലാം കൂടെ ആ മോട്ടോറിൻ്റെ ബോഡിയിലാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. എന്നിട്ട് ഷാഫ്റ്റിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു സർഫസിലോ അല്ലെങ്കിൽ ഒരു ബോക്സിലോ നമ്മൾ ഫിക്സ് ചെയ്യും. ഞാനിപ്പോൾ ഒരു ബോക്സിലാണ് ഫിക്സ് ചെയ്തേക്കുന്നത്. ഇത് മറ്റേ മൾട്ടിവുഡ് ഉണ്ടാക്കിയ ഒരു ബോക്സിലാണ്. എന്നിട്ട് ബാറ്ററി എല്ലാം സൈഡിൽ തന്നെ ഫിക്സ് ചെയ്ത്. അപ്പം എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ മോട്ടോറിൻ്റെ ബോഡിയാണ് തിരിയണത്. അത് ഷാഫ്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയും ബോഡി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുകയും ചെയ്യും. അപ്പോൾ വളരെ സിമ്പിളായിട്ടൊരു ഇംപ്ലിമെൻറ്റേഷനാണിത്. നമ്മൾ ഷാഫ്റ്റിലാണ് കണക്ട് ചെയ്യണമെങ്കിൽ ഷാഫ്റ്റിനെ പെർമനൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്യണം. അതൊക്കെ കാരണം കുറച്ച് കോംപ്ലിക്കേഷൻ. അപ്പോൾ അതിനെ മൊത്തം അവോയ്ഡ് ചെയ്യാണ് നമ്മളിപ്പോൾ ഷാഫ്റ്റിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കുമ്പോഴുള്ള ഇതാണ് ഇതിൻ്റെ ഫുൾ സ്കിമാറ്റിക് ഡയഗ്രാം. ഈ എച്ച് ബ്രിഡ്ജിൻ്റെയും ഇത് മോട്ടോർ കണക്ഷനുൻ്റെയും ബാറ്ററി കണക്ഷൻ്റെയും എല്ലാം കൂടെ ടോട്ടൽ ആയിട്ടുള്ള ഫുൾ സർക്യൂട്ട് ഡയഗ്രാമാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത്. നമുക്കിനി ഇതിനെ ഒന്ന് പെർമനൻ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്താലോ? ഞാൻ ആദ്യം വിചാരിച്ചു പുറത്ത് കൊണ്ടുപോയി സൺലൈറ്റിൽ തന്നെ ടെസ്റ്റ് ചെയ്യാമെന്ന്. അറ്റ്ലീസ്റ്റ് ഉച്ചവരെയെങ്കിലും റെക്കോർഡ് ചെയ്യണ്ടേ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു ടോർച്ച് വെച്ച് ഇത് ചെയ്യുന്നത്. ഒരു സിമുലേഷനാണ് ചെയ്യുന്നത്. ടോർച്ചിൽ ലെഫ്റ്റ് സൈഡിൽ LDR ലൈറ്റ് വീഴുമ്പോൾ കണ്ട അത് ലെഫ്റ്റിലോട്ടും റൈറ്റ് സൈഡിൽ LDR ലൈറ്റ് വീഴുമ്പോൾ അത് റൈറ്റിലോട്ട് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ സർക്യൂട്ട് പെർഫെക്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ LDRs പാരലായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ, ലെഫ്റ്റ് സൈഡിലെ പാനലിൽ. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ കംപ്ലീറ്റ് ഒന്ന് കവർ ചെയ്യാൻ പറ്റും. ഒരു സിംപ്ലിസിറ്റിക്ക് വേണ്ടി ഞാൻ 2 LDR കണക്ട് ചെയ്തിട്ടുള്ളൂ. ഒരു സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഒരെണ്ണം, റൈറ്റ് സൈഡിൽ മറ്റൊരെണ്ണം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ മാക്സിമം ഉത്തരം നൽകാൻ ശ്രമിക്കാം. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.